എല്ലാവർക്കും ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ സ്ക്രിപ്റ്റ് എങ്ങനെയാണ്, ഒരു സ്ക്രിപ്റ്റിൽ അല്ലെങ്കിൽ ഒരു തിരക്കഥയിൽ എന്തെല്ലാം കാര്യങ്ങൾ വേണം എന്ന് നമ്മൾ മനസ്സിലാക്കി. അതുമായി ബന്ധപ്പെട്ട 2 വർക്ക് നിങ്ങൾക്ക് ഞാൻ തന്നിരുന്നു വീഡിയോയിൽ. അപ്പോൾ ആ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ പഠിച്ച 8 സീനുകളിൽ എന്തെല്ലാമാണ് വന്നിട്ടുള്ളത്, അതെങ്ങനെയാണ് വന്നിട്ടുള്ളതെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു ചാപ്റ്റർ എടുക്കുകയാണ്. ഈ ഫസ്റ്റ് യൂണിറ്റിലെ അവസാന ചാപ്റ്റർ, അതായത് പക്ഷി ഔർ ദീമക് എന്ന് പറഞ്ഞ കഹാനി, ഒരു സ്റ്റോറിയാണ് നമുക്കിനി എടുക്കാനുള്ളത്. അവസാന ചാപ്റ്ററാണ് ഈ യൂണിറ്റിലെ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇവിടെ ഫസ്റ്റ് ഒരു കവിത പഠിച്ചു, രണ്ടാമത് ടി വി എന്ന് പറഞ്ഞിട്ടുള്ള കഥ പഠിച്ചു, അതിനുശേഷം ടി വി എന്ന് പറഞ്ഞിട്ടുള്ള സ്ക്രിപ്റ്റ്, അതിനുശേഷം ടി വി എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു സ്റ്റോറി. ഇങ്ങനെ ടോട്ടലായിട്ട് 3 ചാപ്റ്ററുകൾ നമ്മൾ പഠിച്ചു. അതിൽ തന്നെ ഒരു ടി വി എന്നുള്ളത് ഒരൊറ്റ ഭാഗമാണ്, അതിനെ സ്ക്രിപ്റ്റ് ആക്കിയിട്ടും സ്റ്റോറി ആക്കിയിട്ടും മാറ്റിയെന്ന് മാത്രം. ഇനി അവസാനം ഒരു സ്റ്റോറി കൂടി പഠിക്കാനുണ്ട്, അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാറ്. നമുക്കറിയാം, ആധുനിക കാലത്ത് മാതാപിതാക്കളെ ധിക്കരിച്ച് വളരുന്ന മക്കളുടെ എണ്ണം കൂടി വരികയാണ്. മാതാപിതാക്കളെ അനുസരിക്കാതെ, അവർ പറയുന്നതൊന്നും ചെവി കൊടുക്കാതെ ജീവിച്ച് സ്വയം നഷ്ടങ്ങളിലേക്ക് പോകുന്ന ഒരുപാട് പേരെ നമുക്കറിയാം. നമ്മുടെ ജീവിതത്തിലെ, കുടുംബത്തിലെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ട, ഏറ്റവും കൂടുതൽ ആദരിക്കേണ്ട മാതാപിതാക്കളെ ധിക്കരിക്കുന്നതിലൂടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു പക്ഷിയുടെ കഥ പറഞ്ഞിട്ട് മനുഷ്യ ജീവിതവുമായി താരതമ്യപ്പെടുത്തുകയാണ് ലേഖകൻ. നമുക്ക് കഥയിലേക്ക് വരാം. പക്ഷി ഔർ ദീമക്, മുക്തിബോധ് എന്ന് പറഞ്ഞ കവിയാണ് ഈ കഥ എഴുതിയിട്ടുള്ളത്. മുക്തിബോധ്, ഗജാനൻ മാനവ് മുക്തിബോധ് എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഈ കഥയിലൂടെ പറയുന്നത് തൻ്റെ എല്ലാ സമ്പാദ്യങ്ങളും, തൻ്റെ എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ മാറ്റിവെച്ച് ലോകത്തിൻ്റെ മറ്റ് ആഡംബര സുഖങ്ങളിലേക്ക് പോകുന്ന ഒരു പക്ഷിയുടെ കഥയാണ് പറയുന്നത്. തൻ്റെ ജീവിതത്തിൽ തനിക്ക് മാതാപിതാക്കൾ തരുന്ന സുഖങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് വേറെ സുഖങ്ങളിലേക്ക് പോകുന്ന ഒരു പക്ഷിയുടെ കഥ. ഓക്കെ, അപ്പോൾ നമുക്ക് പാഠഭാഗം തുടങ്ങാം. എല്ലാവരും ശ്രദ്ധിക്കുക. പേജ് നമ്പർ 17 നോക്കൂ. പക്ഷി ഔർ ദീമക്, കഹാനി മുക്തിബോധ്. एकदा पक्षी वह नीले आसमान में खूब ऊंचाई पर उड़ता जा रहा था. उसके साथ उसके पिता और मित्र भी थे. ഇവിടെ ഏകദാ പക്ഷി, ഒരു പക്ഷി ഉണ്ടായിരുന്നു. ഒരു കഥ തുടങ്ങുന്ന രീതിയിൽ തന്നെ ഒരു പക്ഷി ഉണ്ടായിരുന്നു. വഹ നീലെ ആസ്മാൻ മേ ഖൂബ് ഊഞ്ചായി പർ ഉഡ്താ ജാ രഹാ. നീലാകാശത്തിലൂടെ ഒരുപാട് ഉയരത്തിൽ ആഴങ്ങളിൽ പറന്നു നടക്കുന്ന ഒരു പക്ഷിയായിരുന്നു ആ പക്ഷി. ഉസ്കെ സാത്ത്, അവൻ്റെ കൂടെ, ഉസ്കെ പിത ഔർ മിത്രപിതെ, അവൻ്റെ പിതാവും അവൻ്റെ കൂട്ടുകാരും ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു. അവർ വളരെ സന്തോഷത്തോടെ ഒരു ജീവിതം നയിച്ചു പോരായിരുന്നു ഈ പക്ഷിക്കൂട്ടങ്ങൾ. ഓക്കെ, സബ്, ഈ പക്ഷികളെല്ലാം, അതാണ് സബ് എന്ന് പറഞ്ഞാൽ എല്ലാവരും, ബഹുത് ഊഞ്ചായി പർ ഉഠ്നെ വാലെ പക്ഷി, ഒരുപാട് ഉയരങ്ങളിൽ സഞ്ചരിക്കുന്ന പക്ഷികളായിരുന്നു. ഊഞ്ചായി, ഉയരങ്ങളിൽ സഞ്ചരിക്കുന്ന പക്ഷികളായിരുന്നു. ഉൻകി നിഗാഹും ബി ബഡി തേസ് തി, അവരുടെ കണ്ണുകൾക്ക് ഭയങ്കര ശക്തിയായിരുന്നു. അതായത് നിഗാഹ് എന്ന് പറഞ്ഞാൽ നോട്ടം, ദൃഷ്ടി, കാഴ്ച. അപ്പോൾ ഇവിടെ അവരുടെ കണ്ണുകൾക്ക് വളരെ പവർ ഉണ്ടായിരുന്നു, തേസ്, ഭയങ്കര ശക്തി ഉണ്ടായിരുന്നു. എന്താണ് അവരുടെ കണ്ണുകളുടെ പ്രത്യേകത? ഉനെ ദൂർ ദൂർ കി ബൻക് ഔർ ദൂർ ദൂർ കി മഹക്, ദൂരെ ദൂരെ നിന്ന് വരുന്ന ചെറിയ ശബ്ദങ്ങളും മഹക്ക്, സ്മെല്ലുകളും. ബൻക് എന്ന് പറഞ്ഞ ശബ്ദം, മഹക്ക് എന്ന് പറഞ്ഞ സ്മെല്ല്. വേ മിൽ ജാതി, അവർക്ക് കിട്ടിയിരുന്നു, അവർക്കത് ഗ്രഹിച്ചെടുക്കാൻ സാധിക്കുമായിരുന്നു ഈ പക്ഷികൾക്ക്. അത് അവരുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ പക്ഷികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക? ഉനെ ദൂർ ദൂർ കി ബനക് ഔർ ദൂർ ദൂർ കി മഹക് ബി മിൽ ജാതി ഹൈ. ഓക്കെ, एक दिन वह नौजवान पक्षी जमीन पर चलती हुई एक बैलगाड़ी को देख लेता है. उसमें बड़े बड़े बोरे भरे हुए हैं. गाड़ी वाला चिल्ला चिल्ला कर कहता है, दो दीमकें लो, एक पंख दो. ഒരിക്കൽ ഏകദിൻ एक वह नौजवान പക്ഷി, നൗജവാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യുവത്വമായിട്ടുള്ള, യൗവനത്തിലുള്ള അല്ലെങ്കിൽ യുവാവായിട്ടുള്ള എന്ന് പറയാം. ആ യുവാവായിട്ടുള്ള പക്ഷി
ജമീൻ പർ ചൽത്തി ഹുയി ഏക് ബൈൽഗാഡിക്കോ തേക്കിലെത്ത, ഭൂമിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന, ജമീൻ എന്ന് പറഞ്ഞാൽ ഭൂമി, ഭൂമിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഏക് ബൈൽഗാഡിക്കോ തേക്കിലെത്ത, ഒരു കാളവണ്ടിയെ കാണാനിടയാവാണ്. ബൈൽഗാഡി എന്ന് പറഞ്ഞാൽ കാളവണ്ടി. ഉസ്മേ ബഡേ ബഡേ ബോരെ ബരെ ഹുയെ, ആ കാളവണ്ടിയിൽ വലിയ വലിയ ചാക്കുകൾ ഇങ്ങനെ നിറച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, ബഡേ ബഡേ ബോരെ, വലിയ വലിയ ചാക്ക് കെട്ടുകൾ ഇങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട് ആ കാളവണ്ടിയിൽ. ഘാടി വല ചില്ല ചില്ല കർക്കത്തെ, ഈ കാളവണ്ടിക്കാരൻ ഉറക്കെ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. എന്താണ്? അതാണ് ചില്ല ചില്ലാക്കർ എന്ന് പറയുന്നത്. ഉറക്കെ ഉറക്കെ അയാൾ വിളിച്ചു പറയുന്നുണ്ട്. ദോ ദീമക്കെ ലോ എക്ക് പങ്ക് ദോ, എന്ന് നോക്കൂ, രണ്ട് ചിതലുകൾ എടുത്തോളൂ, ദീമക് ചിതലുകൾ എടുത്തോളൂ, ഏക്ക് പങ്ക് ദോ, ഒരു തൂവൽ തരൂ. അതായത് ആ പക്ഷിയോട് പറയാണ്, രണ്ട് ചിതലുകൾ നിനക്ക് ഇതിൽ നിന്ന് എടുക്കാം, എനിക്കൊരു തൂവൽ, നിന്റെ ഒരു തൂവൽ തന്നാൽ മതി എന്ന് ആ കാളവണ്ടിക്കാരൻ ഉറക്കെ വിളിച്ചു പറയാം. ഉസ് നൗജവാൻ പക്ഷിക്കോ ദീമക്കോം കാ ഷൗക്ക് താ, ആ യുവാവായ പക്ഷിക്ക് ഈ ദീമക്കോം കാ ഷൗക്ക് എന്ന് പറഞ്ഞാൽ ഈ ചിതലുകളോട് വല്ലാത്ത താല്പര്യമായിരുന്നു. ഷൗക്ക് എന്നാണ് ഇവിടെ ഹോബി, അത് അവൻ്റെ ഒരു ഹോബിയായിരുന്നു, ചിതലുകൾ കഴിക്കാന്നുള്ളത്. വൈസെ തോ ഊഞ്ചെ ഉടനെ വാലി പങ്ക്ചിയോं को हवा में ही बहुत से कीड़े तैरते मिल जाते, ഇങ്ങനെയുള്ള പക്ഷികൾക്ക്, ഉയരങ്ങളിൽ പറക്കുന്ന പക്ഷികൾക്ക്, ഹവാമേം ബഹുത്ത്, വായുവിൽ നിന്നും വളരെ കുറച്ച്, കീടേ തൈർത്തേ മിൽ ജാത്തെ, കുറേ കീടങ്ങളെയൊക്കെ അവർക്ക്, പ്രാണികളെയൊക്കെ വായുവിൽ നിന്ന് കിട്ടുമായിരുന്നു. ജിനെ ഖാക്കർ, ആ കിട്ടുന്ന പ്രാണികളെയും കീടങ്ങളെയൊക്കെ കഴിച്ചിട്ട്, വേ അപ്പിനി ഭൂഖ് ധോടി ശാന്ത് ബഹുത്ത് ശാന്ത് കല്ലേത്തെ, അവർ തങ്ങളുടെ വിശപ്പടക്കുമായിരുന്നു. എങ്ങനെയുള്ളത് കിട്ടിയിട്ട്? കീടങ്ങളെയും മറ്റ് പ്രാണികളെയൊക്കെ കിട്ടിയിട്ട് ഈ പക്ഷികൾ തങ്ങളുടെ വിശപ്പ് അണിക്കുമായിരുന്നു. ഓക്കെ, അപ്പോൾ ജിനെ ഖാക്കർ, അത് കഴിച്ചിട്ടാണ് അവരുടെ വിശപ്പടക്കുന്നവർ. ഓക്കെ, ലേക്കിൻ ദീമക്കേം സിർഫ് ജമീൻ പർ മിൽത്തി തി, എന്നാൽ ദീമക്, ഈ ചിതലുകൾ, സിർഫ് ജമീൻ പർ മിൽത്തി തി, അത് ഭൂമിയിൽ മാത്രമാണ് കിട്ടുക, അല്ലാതെ ആകാശത്ത് എന്ത് കിട്ടൂല? ചിതലുകൾ കിട്ടൂല. കബി കബി പേടം പർ, ചില മരങ്ങളിൽ ചിതലുകൾ ഉണ്ടാവും. ജമീൻ സെ തനെ ചെടുക്കർ, അതായത് ഭൂമിയിൽ നിന്നും, മണ്ണിൽ നിന്നും മുകളിലേക്ക് ഇങ്ങനെ അവരെന്ത് ചെയ്തിട്ടുണ്ടാവും? ഊഞ്ചിട്ടാൽ തക്ക്, മണ്ണിൽ നിന്നും ആ മരത്തിന്റെ വേര് മുതൽ ആ പേടുക്കി ഊഞ്ചിട്ടാൽ തക്ക്, ആ മരത്തിന്റെ ഉയർന്ന കൊമ്പ് വരെ, വേ അപ്പിന മട്ടിയാല ലംബ ഗർഭനാലത്ത്, അവർ അവരുടെ ചളി നിറഞ്ഞ വീടുണ്ടാക്കും. ആര്? ഈ ചിതലുകള് തങ്ങളുടെ വീട് എങ്ങനെ ഉണ്ടാക്കുക? വേര് മുതൽ ആ മരത്തിന്റെ ഏറ്റവും ഉയർന്ന കൊമ്പ് വരെ അവർ വീടുണ്ടാക്കും. എങ്ങനത്തെ വീട് എന്ന് പറഞ്ഞാൽ മട്ടിയാല ലംബകർ, പിന്നെ ചളി നിറഞ്ഞ, അതായത് അവരുടെ കളർ നമുക്കറിയാലോ ചിതലിന്റെ. അപ്പോൾ ആ പിന്നെ ചളി നിറഞ്ഞ വീട് അവർ ഉണ്ടാക്കി വെക്കും. ലേക്കിൻ ഏസേ കുച്ച് ഹി പേട് ഹോത്തെ, എന്നാൽ അങ്ങനെ എല്ലാ മരങ്ങളും ചിതലൊന്നും ഉണ്ടാവില്ല. അവർ വേ സബ് ഏക്ക് ജഗഹ നിമിത്തി, എല്ലാ സ്ഥലങ്ങളിലും ചിതൽ കാണാൻ പറ്റില്ല. തീരെ ആരും ശ്രദ്ധിക്കാതെ കിടക്കുന്ന സ്ഥലങ്ങളിലും വീടുകളിലും മറ്റൊക്കെയാണ് എന്തുണ്ടാവുക? ചിതലുകൾ ഉണ്ടാവുക. ഓക്കെ, നൗജവാൻ പക്ഷി കൊല്ലക, ഈ യുവാവായ പക്ഷിക്ക് തോന്നുകയാണ് ഈ സമയത്ത്, ഈ കാളവണ്ടിക്കാരൻ ഉറക്കെ ഉറക്കെ വിളിച്ചു പറയുന്ന സമയത്ത് ഈ പക്ഷിക്ക് തോന്നുകയാണ്, യഹ് ബഹുത്ത് ബഡി സുവിധ, ഇത് വലിയൊരു സൗകര്യമാണല്ലോ. സുവിധ എന്ന സൗകര്യം, ഇത് വലിയൊരു സൗകര്യമാണല്ലോ. ഓക്കെ, कि एक आदमी दीमकों को बोरे में भरकर बेच रहा, ഒരു മനുഷ്യൻ ചിതലുകളെ തൻ്റെ വണ്ടിയിൽ ഇങ്ങനെ പിന്നെ നിറച്ചു വെച്ചിട്ട് വിളിച്ചു പറഞ്ഞു പോകുന്നത് തന്നെ സംബന്ധിച്ചിടത്തോളം ബഡി സുവിധായ, വലിയ സൗകര്യമാണല്ലോ, ഈസിയാണല്ലോ കാര്യങ്ങൾ എന്ന് ആ പക്ഷിക്ക് തോന്നാണ്. വഹ് അപ്പിനി ഊഞ്ചായാം ചോടുകർ മണ്ടരാത്ത ഹുവാ നീച്ച ഉതർത്ത, അവൻ എന്ത് ചെയ്യാണ്? തൻ്റെ ഉയരങ്ങൾ ഉപേക്ഷിച്ചിട്ട്, ഇവിടെ ശ്രദ്ധിക്കണം, ഇതിൽ പറയുന്ന ഈ പക്ഷിയുടെ കാര്യങ്ങൾ പറയുന്നിടത്ത് നമ്മളെ തന്നെ ചിന്തിക്കണം. ഓക്കെ, നമ്മളുടെ ജീവിതവുമായി കണക്ട് ചെയ്തിട്ടാണ് ഈ പാടുള്ളത്, മനുഷ്യരുടെ ജീവിതവുമായി കണക്ട് ചെയ്തിട്ടാണ് ഈ പാഠം പോകുന്നത്. വഹ് അപ്പിനി ഊഞ്ചായാൻ ചോടുക്കർ, അവൻ ഉയരങ്ങൾ ഉപേക്ഷിച്ച്, ആകാശത്തിന്റെ തൻ്റെ സ്ഥായിയായി കിടക്കുന്ന തൻ്റെ സ്ഥലം ഉപേക്ഷിച്ചിട്ട്, മണ്ടരാത്ത ഹുവ ചുറ്റിക്കറങ്ങി വന്ന് നീച്ച ഉതിർത്ത, അങ്ങനെ താഴേക്ക് എത്തുന്നു. അവർ പേടിക്കിയേക്ക് ഡാൽ പർ ബൈറ്റ് ചത്ത, എന്നിട്ട് മരത്തിന്റെ ഒരു കൊമ്പിന്റെ മുകളിൽ അവനിങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, ദോനോ കോ സൗദ തൈ ഹോ ജാത്ത, അങ്ങനെ അവർ തമ്മിലുള്ള ഇടപാട് ആരംഭിക്കുകയാണ്, തീരുമാനിക്കുകയാണ്. എന്താണ് ഇടപാട്? രണ്ട് ചിതലുകൾ കാളവണ്ടിക്കാരൻ കൊടുക്കുന്നു, അതിന് പകരമായിട്ട് ഒരു തൂവല് പക്ഷിയും കൊടുക്കുന്നു. അങ്ങനെ അത് ആരംഭിക്കുകയാണ്. അതാണ് സൗദ എന്ന് പറഞ്ഞ ഇടപാട്. അപ്പിനി ചോച്ച് സേ ഏക് പർ കോ ഗീഞ്ച് കർ തോടിനെ ഉസേ തക്ലീഫ് ഹോത്തി ഹൈ, അവന് തൻ്റെ
കൊക്ക് കൊണ്ട് തൻ്റെ ശരീരത്തിൽ നിന്നും കൊക്ക് കൊണ്ട് വലിച്ചിട്ട് ഉസെ തക്ലീഫത്തിയ ഈ തൂവലെടുക്കുന്നത് അവന് ഭയങ്കര പ്രയാസമായിട്ട് തോന്നി. ഫസ്റ്റ് തന്നെ തൻ്റെ ശരീരത്തിൽ നിന്നും ഒരു തൂവൽ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ അവനതൊരു ഇല്ലാത്ത തക്ലീഫ്, ബുദ്ധിമുട്ടായിട്ട് തോന്നി. ലേക്കിൻ ഉസ്സെ വഹ് ബർദാഷത്ത് കർലേത്ത, എന്നാൽ അവൻ എന്ത് ചെയ്യാണ്, അത് സഹിക്കുകയാണ്. ആ വേദന അവൻ സഹിക്കുകയാണ്. കാരണം അവൻ്റെ ഉള്ളിലെ ലക്ഷ്യം എന്താണ്, ചിതലുകൾ കിട്ടുക എന്നുള്ളത്. അപ്പം അതിനു വേണ്ടി അവൻ അത് സഹിച്ചു. मुंह में बड़े स्वाद के साथ दो दीमकें दबाकर वह പക്ഷി ഫുർ സെ ഉഡ് ജാता है. വായിൽ, മൂഹ് എന്നാണ് അവിടെ വായ എന്നാണ്, വായിൽ 2 ചിതലുകൾ കടിച്ചു പിടിച്ചിട്ട് വളരെ സ്വാദോടു കൂടി അവൻ അത് വായിൽ വെച്ചിട്ട് ആ പക്ഷി മുകളിലേക്ക് വളരെ വേഗത്തിൽ പറന്നുപോയി. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ നന്നായിട്ട് വായിക്കണം. വായിച്ചിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ ആ മീനിങ്സ് ഒക്കെ കറക്റ്റായിട്ട് അപ്പം തന്നെ പിന്നെ നോട്ട്സത്തിലേക്ക് എഴുതി വെക്കുക. ഓക്കെ, കുറച്ചും കൂടി എടുക്കുക. अब उस पक्षी को गाड़ी वाला से 2 दीमकें ഖരീദിനെ और एक पर देने में बड़ी आसानी मालूम हुई. അന്നു മുതൽ ആ പക്ഷിക്ക്, ഈ കാളവണ്ടിക്കാരന് ദോ ദീമക്കയും ഖരീദിനെ എന്ന് പറഞ്ഞാൽ 2 പിന്നെ ചിതലുകൾ വാങ്ങാനും അവർ ഏക്കപ്പർ ദേനമേ ഒരു തൂവൽ കൊടുക്കാനും ബടി ആസാനി മാലും, അത് വളരെ എളുപ്പമാണ്, സിമ്പിളാണ് എന്ന് അവനക്ക് മനസ്സിലായി. വളരെ എളുപ്പമാണ്. കാരണം അവൻ ശരീരത്തിൽ നിന്ന് നിരന്തരം ഇങ്ങനെ പറിച്ചെടുക്കല്ലേ. അപ്പോൾ അത് ആദ്യമൊക്കെ പറിച്ചപ്പോൾ അവന് ഭയങ്കര വേദന ഉണ്ടായിരുന്നു, ദർദ് ഹുവ, ഭയങ്കര വേദന ഉണ്ടായി, തക്ലീഫ് ഹുവ, ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ലേക്കിൻ ആജ് ബൗത്തും ആസാനി ഹുയി, എന്നാൽ ഇന്ന് വളരെ സിമ്പിളായിട്ട് അവന് തോന്നുകയാണ്. വഹ്രോസ് തീസരെ പഹർ, അവൻ എന്നും ഉച്ചയ്ക്ക് ശേഷം നീച്ചെ ഉതിർത്ത, അങ്ങനെ ആകാശത്തു നിന്നും താഴേക്ക് വരുന്നു. ഗാഡി വാല കൊയ്ക്ക് പങ്ക് തേക്കരത്തോ ദീപക്കെങ്കിരിലെത്ത, കാളവണ്ടിക്കാരനെ തൻ്റെ ഒരു തൂവൽ കൊടുത്തിട്ട് 2 ചിതലുകൾ വാങ്ങി തിരിച്ചവൻ എങ്ങോട്ട് പോകുന്നു, പിന്നെ തൻ്റെ വാസസ്ഥലത്തേക്ക് തന്നെ പോകുന്നു. കുച്ച് ദിനോ തക്ക് ഏസാ ഹി ചൽത്തര, കുറച്ച് ദിവസം അങ്ങനെ തന്നെ നടന്നുപോയി. ഈ പ്രക്രിയ, ഈ ഏർപ്പാട് അങ്ങനെ തന്നെ നടന്നുപോയി. ഏക് ദിൻ ഉസ്കെ പിതാനെ ദേക്കിലിയ, ഒരിക്കൽ ഇവന്റെ ഈ പെരുമാറ്റം, ഇവൻ താഴേക്ക് പോകുന്നതൊക്കെ ഒരിക്കൽ പിതാവ് കാണാണ്, ഈ പക്ഷിയുടെ പിതാവ് കാണാണ്. ഉസ്നെ സമച്ചാനെ കി കോശിഷ് കി ബേട്ടെ, അപ്പോൾ ഇത് കണ്ട സമയത്ത് തന്നെ ആ പിതാവ് തൻ്റെ മകനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അതാണ് സമച്ചാനെ കി കോശിഷ്, തൻ്റെ മകനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ദീമഖേം അമാര സ്വാഭാവിക ആഹാരനെ, എന്താ പറഞ്ഞു കൊടുക്കുന്നത്, ഈ ചിതലുകൾ എന്ന് പറഞ്ഞത് നമ്മുടെ സ്വാഭാവികമായ ഭക്ഷണമല്ല, ചിതലുകൾ നമ്മൾ കഴിക്കുന്ന സാധാരണ ഭക്ഷണമല്ല. और उनके लिए अपने पंख तो हरगिज नहीं दिए जा सकते, ആ ചിതലിന് വേണ്ടി നീ ഒരിക്കലും നിന്റെ തൂവലുകൾ ഒരിക്കലും നീ കൊടുത്തു പോകരുത് എന്ന് പിതാവ് വളരെ ശാന്തനായി തൻ്റെ മകനോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ്. लेकिन उस नौजवान पक्षी ने बड़े ही गर्व से अपना मुंह दूसरी ओर कर लिया, എന്നാൽ ആ യുവാവായ പക്ഷിനെ ബഡേ ഹി ഗർവ് സെ, ഗർവ് എന്ന് പറഞ്ഞാൽ അഹങ്കാരം, അവൻ വളരെ അഹങ്കാരത്തോടെ എന്ത് ചെയ്യാണ്, തൻ്റെ മുഖം മാറ്റി വേറെ സ്ഥലത്തേക്ക് നോക്കുകയാണ്. അച്ഛൻ്റെ ഭാഗത്തു നിന്നും അവൻ മുഖം തിരിച്ചു കളഞ്ഞു. അതാണ് മുഹ് ദൂസരി ഓർ കർലിയ എന്ന് പറഞ്ഞാൽ അവിടെ ഒറ്റ വാക്കിലർത്ഥം അവനത് പരിഗണിച്ചില്ല, അച്ഛൻ്റെ ഉപദേശങ്ങളെ അവൻ സ്വീകരിച്ചില്ല എന്നാണ് അർത്ഥം. ഉസ് ജമീൻ പർ ഉദർക്കർ, അവൻ ഉടനെ തന്നെ ഭൂമിയിലേക്ക് പറന്നു വന്നു. ദീമഖേങ്കാനെ കിച്ചട്ടിലേക്ക്, എന്താ പറയാ, ചിതലുകൾ കഴിക്കാനുള്ള ആവേശത്തിൽ അവൻ താഴേക്ക് പറന്നു വന്നു. അബ് ഉസേ നോ ദൂസരെ കീടെ അച്ഛ ലഗത്തെ നഫൽ ന അനാജ് കെ താനെ, അന്നു മുതൽ അവന് പിന്നെ ഈ ദൂസരക്കീട്, മറ്റുള്ള കീടങ്ങളെയും പ്രാണികളെയും അച്ഛലകത്തെ ഒരു രസം, ഒരു ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നിയില്ല. നഫൽ, പഴങ്ങൾ അവന് ഇഷ്ടമല്ല. അനാജ് കെ താനെ, ധാന്യങ്ങൾ അവന് ഇഷ്ടമല്ല. അതൊന്നും അവനിപ്പോൾ ഒരു രുചിയില്ലാത്തതായി തോന്നി. ദീമക്കൊങ്കോ ഷൗക്ക്, ചിതലുകളോടുള്ള അവൻ്റെ ആ ആഗ്രഹം, അബുസ്പർ ഹാവിയൊക്കെയായ അവനിൽ ചിതലുകൾ ആധിപത്യം നേടിയിരുന്നു എന്ന് പറഞ്ഞാൽ ചിതലുകൾ കിട്ടാതെ അവന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി മാറി. അതാണ് ഹാവി എന്ന് പറഞ്ഞാൽ ഇവിടെ ആധിപത്യം, ചിതലുകൾ അവനിൽ ആധിപത്യം സ്ഥാപിച്ചു. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു മദ്യം, ലഹരി മരുന്നുകൾ, ഇതെല്ലാം ഒരു തമാശയ്ക്ക് വേണ്ടി രുചിച്ച് പിന്നെ പതുക്കെ നമ്മൾ അതിനോട് എന്താവുകയാണ്, അഡിക്റ്റായി മാറുകയാണ് അല്ലേ. ഈ അഡിക്ഷൻ വരുന്ന സമയത്ത് പിന്നെ നമ്മുടെ മനസ്സിൽ എന്തുണ്ടായിരിക്കും, പിന്നെ അത് മാത്രമേ നമുക്ക് പറ്റുള്ളൂ, മറ്റുള്ളതൊന്നും നമുക്ക് പറ്റില്ല. ആ സമയത്തുമ്പോൾ നമ്മുടെ കൈകൾ വിറക്കും, അത് കഴിക്കാനുള്ള അല്ലെങ്കിൽ അത് രുചിച്ച് നോക്കാനുള്ള പിന്നെ ഇത് ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ നമ്മൾ വല്ലാത്തൊരു ഭ്രാന്തമായ മാനസികമായിട്ടുള്ള അവസ്ഥയിലായിരിക്കും ആ സമയത്ത് ഉണ്ടാവുക. അതേ അവസ്ഥയിലാണ് ഈ പക്ഷി ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ഒരു പാരഗ്രാഫ് കൂടി എടുക്കാം. ലേക്കിൻ ऐसा
ലേക്കിൻ ഏസാ കിത്തിനെ ദിനോ തക്ക് ചൽത്ത. എന്നാൽ വീണ്ടും പഴയ പോലെ കുറച്ച് ദിവസങ്ങളും കൂടി മുന്നോട്ട് പോയി. ഉസ്കെ പങ്കോ കി സംഖ്യ ലഗാതാർ ഗിർത്തി ചലി ഹുയി. അവന്റെ തൂവലുകളുടെ എണ്ണം നിരന്തരം കുറഞ്ഞു വന്നു. ലഗാതാർ നിരന്തരം കുറഞ്ഞു വന്നു. അപ്പൊ വഹ് ഊഞ്ചായിയോ पर अपना संतुलन साध नहीं सकता. ഇപ്പൊ അവന് ഉയരങ്ങളിൽ പറക്കുന്ന സമയത്ത് തന്റെ ബാലൻസ് ശരിയാക്കാൻ കഴിയുന്നില്ല. അവനിങ്ങനെ പറക്കുന്ന സമയത്ത് അവന് ബാലൻസ് കിട്ടുന്നില്ല. കുറച്ച് പറക്കുമ്പോഴേക്ക് അവന് പെട്ടെന്ന് തളർന്നു പോവാണ്. ഇന്ന ബഹുത്ത് സമയത്തൊക്കെ പങ്കുസെ സഹാര ദേ സക്തേതെ. ഒരുപാട് സമയം ആകാശങ്ങളിൽ നിൽക്കാൻ അവന്റെ തൂവലുകൾക്ക് കഴിയുന്നില്ല. കാരണം അത്രയും തൂവലുകൾ അവന്റെ ശരീരത്തിൽ നിന്ന് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ പിന്നെ ആ തൂവലുകളെ ആശ്രയിച്ച് നിൽക്കാൻ അവന് കഴിയുന്നില്ല. ആകാശ് യാത്രയ്ക്ക് ദൗരാൻമേൻ. ആകാശയാത്രയുടെ സമയത്ത്, ആകാശത്തിലൂടെ പറക്കുന്ന സമയത്ത് ഉസെ ജൽദി ജൽദി പഹാടി ചട്ടാനോ, അവൻ ഈ കുന്നുകളുടെ മുകളിലെ, അതുപോലെ പേടോങ്കി ചോട്ടിയ മരങ്ങളുടെ വലിയ വലിയ കൊമ്പുകളിലെ, ഗൂപതവും ഗോപതം എന്ന് പറഞ്ഞാൽ താഴ്കക്കുടങ്ങള്, പിന്നെ ബുർജോം ഗോപുരങ്ങള്, പെർ ഹഫ്തെ ഹുയെ ബൈറ്റ് ചെയ്യാൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, പൊന്തി നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കിതച്ചുകൊണ്ട് അവൻ വളരെ പെട്ടെന്ന് ഓടി വന്നിരിക്കും. ഈ പക്ഷി ഒരുപാട് കിലോമീറ്ററുകളോളം വേഗത്തിൽ സഞ്ചരിച്ചിരുന്ന പക്ഷി വളരെ കുറച്ച് സമയം പോകുമ്പോഴേക്ക് ചിറകുകൾ തളർന്ന് ഏതെങ്കിലും കൊമ്പുകളിലോ, മരത്തിന്റെ കൊമ്പുകളിലോ, താഴ്കക്കുടങ്ങളിലോ, ഗോപുരങ്ങളിലോ അഭയം തേടി വരികയാണ് ഈ പക്ഷി. ഉസ്കെ പരിവാർ വാലെ തക്ക് മിത്ര ഊഞ്ചായോ പർ തയത്തെ ഹുയെ ആകെ ബഡ് ജാത്തെ. അവന്റെ കുടുംബങ്ങളും അച്ഛനും അമ്മയും മറ്റു സുഹൃത്തുക്കളും സഹോദരങ്ങളൊക്കെ ഉയരങ്ങളിലൂടെ ഒരുപാട് മുന്നോട്ട് സഞ്ചരിച്ചു പോകുമ്പോൾ വഹു ബഹുത്ത് പിച്ചള ജാത്ത, അവൻ ഒരുപാട് ബാക്കിലായി പോവാണ്. അവരൊക്കെ ഒരുപാട് മുന്നിലേക്ക് ഒരുപാട് കിലോമീറ്ററുകൾ താണ്ടി പോകുമ്പോൾ അവൻ ഒരുപാട് ബാക്കിലായി പോവാണ്. ഫിർബി ദീമക് ഖാനെ കാ ഉസ്കാ ഷൗക്ക് കം നഹീ ഹുവാ. എന്നിട്ടും അവൻ ഈ ദീമക് ചിതലുകൾ കഴിക്കാനുള്ള ആഗ്രഹം അവന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. വീണ്ടും വീണ്ടും ചിതലുകൾ കഴിക്കണം എന്നുള്ള ആഗ്രഹം മാത്രമായിരുന്നു ആ പക്ഷിക്ക്. ദീമക്കോं के लिए गाड़ी वाले को वह अपने पंख तोड़ तोड़ कर देता रहा. ഈ ചിതലിന് വേണ്ടിയിട്ട് അവൻ തന്റെ തൂവലുകൾ ദിനം പ്രതി വീണ്ടും അവശേഷിക്കുന്ന തന്റെ ശരീരത്തിലുള്ള തൂവലുകൾ വീണ്ടും വീണ്ടും ഇങ്ങനെ പൊട്ടിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. തോടുക്കർ പൊട്ടിച്ചിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. ഓക്കെ, നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ പിന്നെ വീഡിയോയുമായി ബന്ധപ്പെട്ട് 2 വർക്കാണ് ചെയ്യാനുള്ളത്. ഒന്ന്, ഈ പക്ഷികളുടെ പ്രത്യേകത എന്തായിരുന്നു, അത് എഴുതണം. പക്ഷിക്ക് വിശേഷത ക്യാ ഹേ. ഒന്നാമത്തത് ആ പക്ഷിയുടെ സ്വഭാവത്തെ, പ്രത്യേകതകളെ കുറിച്ചിട്ട് എഴുതുക. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പിന്നെ പക്ഷിക്ക് പിതാ ഉസ്കെ ലിയേ ക്യാ കഹാ. പക്ഷിയുടെ പിതാവ് അവനോട് എന്ത് നിർദ്ദേശമാണ് അല്ലെങ്കിൽ എന്ത് ഉപദേശമാണ് കൊടുത്തിട്ടുള്ളത്. ഈ 2 കാര്യങ്ങളും നിങ്ങൾ നോട്ട് പുസ്തകത്തിലേക്ക് എഴുതിയെടുക്കണം. ഓക്കെ. അപ്പോൾ ഇതിന്റെ ചോദ്യം നിങ്ങൾ എഴുതിയെടുക്കണ്ട, ആൻസർ മാത്രം എഴുതിച്ചാൽ മതി. ഒന്നാമത്തെ ക്വസ്റ്റ്യന് പിന്നെ പക്ഷിയുടെ സ്വഭാവത്തെ കുറിച്ചിട്ട് എഴുതി വെക്കുക, പിന്നെ പ്രത്യേകതകളെ കുറിച്ച് എഴുതി വെക്കുക. 2, പിതാവ് എന്ത് ഉപദേശമാണ് പക്ഷിക്ക് കൊടുത്തിട്ടുള്ളത്. ഇത് രണ്ടുമാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. ഓക്കെ, താങ്ക്സ്.